എൻ്റെ പൊന്നാര മക്കളെ ഒരു വാർത്ത കണ്ടു. വേറൊരു ചാനലിലും അല്ല, ന്യൂസ് 18 അപ്പം ആ വാർത്ത എന്താണെന്ന് നിങ്ങൾക്കൊന്ന് കാണാം. 22 മിനിറ്റ് ആയിട്ടുള്ളൂ ഞാൻ ഈ സംഭവം, അതായത് ഞാൻ കണ്ടതിന് 22 മിനിറ്റ് മുമ്പ് വന്ന വീഡിയോ ആണ്. അപ്പം എന്താണ് വാർത്ത എന്ന് നിങ്ങൾ തന്നെ കാണൂ. അടുത്തൊരു വാർത്തയിലേക്ക്. ജസ്ന സലീം റീൽസിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ്. ജസ്വയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങളുമായി എപ്പോഴും BJP ഒക്കെ രംഗത്തെത്താറുണ്ട്. ഗുരുവായൂരിൽ നിരോധനം മറികടന്ന റീൽസ് ചിത്രീകരിച്ചതോടെ ജസ്ന വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിരുന്നു. ആ ജസ്ന സലീം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കൈഞ്ഞരപ്പ് മുറിച്ചാണ് ആത്മഹത്യാ ശ്രമം ഉണ്ടായത്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും നടപ്പന്തലിലും റീൽസ് ചിത്രീകരണം പാടില്ല എന്നതാണ് ഹൈക്കോടതി ഉത്തരവ്. അത് മറികടന്നാണ് ജസ്ന പടിഞ്ഞാറെ നടയിൽ ചിത്രീകരിച്ചത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിൽ ഇന്ന് ഇവർക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു. എല്ലാവരും ഇന്ന് വെടിക്കുന്നത് എന്തിനാന്ന് എനിക്കറിഞ്ഞോട്. കണ്ടോണം എല്ലാരും. ഞാൻ ആരോട് ഒന്നും കേട്ടില്ല. സനീഷ് കുമാർ വിവരങ്ങളുമായി വലിയ രീതിയിൽ തോന്നുന്നു. എങ്ങനെയാണ്, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾ ഈ നടയിൽ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസരത്ത് ചിത്രീകരിച്ചുമായി ബന്ധപ്പെട്ട് മായി ചേർത്ത് ഉണ്ടായിരുന്നു. ഹൈക്കോടതി ഇതിനെ തുടർന്ന് ഈ ചിത്രീകരണം പൂർണ്ണമായി നിരോധിക്കുന്നതടക്കമുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ അറിയാലോ. എന്നാൽ ഗുരുവായൂർ അമ്പല നടയിലോ പരിസര പ്രദേശങ്ങളിലോ ചിത്രീകരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ അമ്പലത്തിന് സമീപപ്രദേശമുള്ള 1-2 കടകളിൽ കയറുകയും ക്ഷേത്രത്തിന് പുറത്ത് വെച്ച് താൻ ചില അറിയിപ്പെടുകയും ചെയ്തിരുന്നു. കടകളിൽ കയറിയത് നടപ്പന്തലിനുള്ളിലെ കടകളിൽ തന്നെ കയറണം കേട്ടോ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊന്നുമല്ല, ഇതെന്തിനാണ് ഈ വെളുപ്പിക്കൽ നാടകം ന്യൂസ് 18 നടത്തുന്നത്? ന്യൂസ് 18 റിപ്പോർട്ട് കൊടുക്കുന്നു, സനീഷോ അനീഷോ ആരാണ്ട് കോഴിക്കോട് നിന്ന് വാർത്ത ഇവർക്ക് നൽകുന്നു, എന്നിട്ട് ഇതിന്റെ വിശദീകരണം നൽകുന്നു. നമ്മളൊക്കെ, എനിക്ക് സത്യം പറയുന്നത് കണ്ടപ്പോൾ എനിക്ക് 2 എണ്ണം പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല എന്നുള്ള സ്ഥിതിയായി. ഇതിനു മുമ്പ് 1-2 പ്രാവശ്യമല്ല, ഒത്തിരി പ്രാവശ്യം ഇവരുടെ ഈ ആത്മഹത്യാ നാടകം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വ്യക്തി ഞാനടക്കം ഒരുപാട് പേര് ഈ നാടകം കണ്ടിട്ടുണ്ട്. ആഴ്ചക്ക് ഇമാതിരം മുറിക്കുക, ഗുളിക കഴിക്കുക, ഇതന്നെ ഇവരുടെ സ്ഥിരം പരിപാടി. എന്നിട്ട് അതൊക്കെ വീഡിയോ ആക്കി വെക്കാനും മറക്കുന്നില്ല. മനസ്സിലായില്ലേ? ലസിത പാലക്കലിന്റെ പേർക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൈമുറിച്ചത്. അതെന്തിന്റെ കാരണം കൊണ്ടാണെന്ന് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ മനസ്സിലായ നിങ്ങൾക്ക്? ഈ മാതിരി കേറാൻ പാടില്ലാത്തോടത്ത് കേറി കടയിൽ പോണേ. എന്തിന് കടയിൽ പോണ്? കോഴിക്കോട് കിട്ടാത്ത സാധനം മേടിക്കാനാണോ ഈ ഗുരുവായൂർ വന്നത്? കോഴിക്കോട് കിട്ടാത്ത സാധനം വാങ്ങിക്കാനാണോ ഗുരുവായൂർ വരുന്നത്? അവനവന് പറ്റുന്ന ഇടങ്ങളിലല്ലേ പോകണ്ടു. അവനവന് ആവശ്യമില്ലാത്ത, പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ തള്ളിക്കേറി ചെന്നിട്ടാണ് ഇമാതിരി ഗോഷ്ടി കാണിച്ചിട്ട് അത് കേസാവുമ്പോൾ ഇത്ര നാടകങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവർക്ക് മാത്രമേ പറ്റുള്ളൂ മൊബൈൽ ഫോണിന്റെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഇമാതിരി. സത്യം, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഈ ചാനലുകാരെ ബാൻ ചെയ്യണം. ഇവൾക്കൊരു ചാനലിൽ ഇട്ടില്ല, നേരെ മൊട്ടച്ചേട്ടനാണല്ലോ അയച്ചു കൊടുത്തത് ന്യൂസ് 18. എന്തിനാണ് നിങ്ങൾ ഈ വെളുപ്പിക്കൽ നാടകം നടത്തുന്നത്? ഒരാള്, എനിക്ക് ഇതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ല. ഇത് 1-2 പ്രാവശ്യമല്ല കാണിക്കുന്നത്. ശരിക്കും ഇത് മാനസിക രോഗത്തിനാണ് ഇവർക്ക് ചികിത്സ വേണ്ടത്. അതിനുള്ള ഇടപാടുകൾ നിങ്ങൾ ചെയ്യൂ, അല്ലാതെ അമ്പലനടയിലേക്ക് അഴിച്ചു വിടല്ലേ. ഇത് നമ്മൾ ഒരുപാട് തവണ ഇത് കണ്ടതുകൊണ്ടാണ് ഈ പ്രതികരിക്കുന്നത്. ഇത് ഒരാള് അമ്പലത്തിൽ കയറാൻ പാടില്ല എന്നും പറഞ്ഞ് വിലക്ക് അല്ലെങ്കിൽ കേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആ ഒരു ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയായ്മ, അപ്പം അതൊക്കെ വരുന്നത് മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. അതിനുള്ള ചികിത്സയാണ് നൽകേണ്ടത്. മനസ്സിലായില്ലേ? വെളുപ്പിക്കൽ നാടകമായിട്ട് വരണ്ട. ഇവർക്ക് എന്താണോ ചികിത്സ, മാനസിക രോഗത്തിനാണ് ചികിത്സ വേണമെങ്കിൽ അത് കൊടുക്കൂ.
എനിക്ക് ഇങ്ങനെയാണ് ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തോന്നുന്നത്. ഈ നാടകങ്ങൾ കണ്ട് മടുത്തിട്ടാണ് ഈ പറയുന്നത്. എന്നിട്ട് ഇവരെന്താണ് ഇന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? അപ്പൊ സോഷ്യൽ മീഡിയയിൽ ക്യാമറ ഓണാക്കി വെച്ചിട്ട് മരിക്കാൻ ഇവർക്ക് മാത്രമേ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഇത്തരത്തില് വീഡിയോ ചിത്രീകരിക്കണ ആണല്ലോ മെയിൻ പരിപാടി. നേരം വെളുത്ത് കണ്ണു തിരുമ്പി എഴുന്നേറ്റ് കഴിഞ്ഞാൽ 5-6 റീൽസ് ഷൂട്ട് ചെയ്യണം, ആരെങ്കിലും കുറ്റം പറഞ്ഞ് 3-4 വീഡിയോ ഇടണം. ഇത് ഡെയിലി പരിപാടി നടക്കുന്നത്. അപ്പൊ ഇതുപോലെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് റീൽസ് ചിത്രീകരിച്ച് ഇമാതിരിയൊക്കെ ചെയ്യാൻ ഇവർക്ക് മാത്രമേ കഴിയുള്ളൂ. എന്നിട്ട് അത് അയച്ചു കൊടുത്തിട്ടാണ് ഇതിനൊക്കെ സമയമുണ്ടല്ലോ അല്ലേ? ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരാണ് ഇത് ചെയ്യുന്നതെന്നും കൂടി നിങ്ങൾ ചിന്തിക്കണം. വീഡിയോ ചിത്രീകരിക്കുന്നു, കരഞ്ഞ് ആ വീഡിയോയിൽ കരയുന്നു, മുറിക്കുന്നു, ഒഴുക്കുന്നത് വരെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇത് അയച്ചും കൂടി കൊടുക്കുന്നു. എന്നിട്ട് പിറ്റേ ദിവസം മഞ്ഞ ചുരിദാർ ഇട്ടിട്ട് ലല്ലെല്ലാം താടി തുള്ളിക്കളിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്ത് ചികിത്സയാണ് ഇവർക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് പൊന്നാരൻ ന്യൂസ് 18 മൊട്ടച്ചേട്ടനോടാണ് പറയുന്നത്. ചേട്ടൻ കഴിഞ്ഞ ഓണത്തിന് ഇവരെ നിങ്ങൾ തമ്മിൽ സെറ്റാക്കി വന്നതാണെന്നറിയാം. ഇപ്പൊ വെറൈറ്റി മീഡിയ 1 കൊല്ലത്തിന് മുമ്പ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ചെയ്ത പോലെ, ഈ കഴിഞ്ഞ ദിവസം ICG ചാനൽ ചെയ്ത പോലെ നിങ്ങൾ തമ്മിൽ പറഞ്ഞൊപ്പിച്ച് ഇന്ന ഗുരുവായൂർക്ക് വരുന്നു, അവിടെ വെച്ച് ഇന്റർവ്യൂ എടുക്കുന്നു, റീൽസ് ഷൂട്ട് ചെയ്യുന്നു എന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് ന്യൂസ് 18 അപ്പോൾ അവിടെ ഉണ്ടാവൂലോ. എന്നിട്ട് അവിടെ വരുന്ന ഭക്തജനങ്ങളുടെ ഒരു വീഡിയോയിലും ഒരു പ്രതികരണങ്ങളും ജനങ്ങളുടെ ഒരു വാക്കുപോലും ന്യൂസ് 18 എടുക്കാതെ ഇവരെ മാത്രം കാണിച്ചുകൊണ്ട് ന്യൂസ് 18 ഇവരെ പോപ്പുലർ. എന്തിനാണ് മൊട്ടച്ചേട്ട ഈ വെളുപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാവാൻ തെറ്റെന്താണ് മൊട്ടച്ചേട്ട അംഗീകരിക്കാൻ മടി വരുന്നത്? ന്യൂസ് 18 ആ ഒരു വീഡിയോയ്ക്ക് മാത്രം കമന്റ് ബോക്സ് എന്തേ ഓഫാക്കി വെച്ചിരിക്കുന്നത്? നിങ്ങൾ ആരെ വെളുപ്പിക്കാനാണ് ശ്രമിക്കുന്നത്? ഈ മാതിരി ഇവളുടെ പല പല പൊറാട്ട് നാടകം കണ്ട് മടുത്തിട്ടാണ് ജനങ്ങളായ ഓരോരുത്തരും പ്രതികരിക്കുന്നത്. ഇത് 1-2 പ്രാവശ്യമല്ല കണ്ടേക്കണത്. ആഴ്ചക്ക് അല്ലെങ്കിൽ മാസത്തിൽ ഇത് മുറിക്കുക. ഇതാണ് ഇവർക്കടെ പരിപാടി. അപ്പൊ ഇത് കഴിഞ്ഞ ഒരു മുറിക്കലിന്റെ ചീട്ട് കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണിച്ചപ്പോ അത് കറക്റ്റ് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കിയതാ. ഡോക്ടർ എഴുതി വെച്ചിരിക്കുന്നത് അതിൽ മാനസിക രോഗത്തിനുള്ള ചികിത്സ വേണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. മൊട്ടച്ചേട്ടനോട് എനിക്ക് പ്രത്യേക ഒരു അഭ്യർത്ഥനയുള്ളത്, ദയവായിട്ട് നിങ്ങൾ അവർക്ക് ഈ ചികിത്സയാണ് നൽകേണ്ടത്. അല്ലാതെ പൊതുജനങ്ങളെ ശല്യപ്പെടുത്താനായിട്ട് ഇമാതിരി ഇവർക്ക് ഇത്തരത്തിലേ ജീവിക്കാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അനുഭവിക്കണോ? ഞങ്ങൾ അനുഭവിക്കേണ്ട, അമ്പലത്തിൽ വരുന്ന ആൾക്കാരെ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? അതൊന്നും നടപടിയാവുന്ന കാര്യമില്ല. ഇനിയും കണ്ടാൽ പ്രതികരിക്കും, ഉറപ്പായിട്ടും പ്രതികരിക്കും. അപ്പൊ അത് കാണാണ്ട് തടഞ്ഞു നിർത്തുക, അല്ലെങ്കിൽ അതിനുള്ള അവർക്ക് കൗൺസിലിംഗ് നൽകി എന്താണ് റിയാലിറ്റി ഷോ അല്ല, എന്താണ് റിയൽ എന്ന് മനസ്സിലാക്കി കൊടുക്കുക. കൗൺസിലിംഗ് കൊടുക്കുക ചേട്ടാ. അല്ലാതെ ഇതുപോലെ വീഡിയോകൾ പ്രചരിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കൗൺസിലിംഗ് കൊടുത്തിട്ട് എന്തെങ്കിലും മാനസികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റാൻ നോക്കുക. അതിൽ കൂടുതൽ എനിക്ക് മൊട്ടച്ചേട്ടനോടൊന്നും പറയാനില്ല. ഈ 2025 ഓണത്തിന് കാണിച്ച തെണ്ടിത്തരം ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നടയിൽ വെച്ചിട്ടാണ് ചേട്ടൻ അവരുടെ വീഡിയോ ചിത്രീകരിച്ചത്? ആരും ഒന്നും മിണ്ടിയില്ല. വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ മിണ്ടാണ്ടിരിക്കൂല. ദയവ് ചെയ്ത് ഇത്തരം നാടകങ്ങൾ, ഹാസ്യ നാടകങ്ങളുമായിട്ട് വരരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഇത്തരം ന്യൂസ് 18 മൊട്ടയുടെ ഹാസ്യ നാടകങ്ങൾ നിർത്തണം. അതുപോലെ തന്നെ ഹിന്ദു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ടൊക്കെ തള്ളിക്കേറി വരാനായിട്ട് ധൈര്യം കൊടുത്ത്, പ്രചോദനം കൊടുത്ത്, പ്രോത്സാഹനം കൊടുത്ത് വിടുന്ന, സപ്പോർട്ട് ചെയ്ത് വിടുന്ന കാമിതയെ പോലുള്ളവരുടെ ഇത്തരം പ്രഹസന കൂത്തുകൾ നിർത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ദയവ് ചെയ്ത് ഗുരുവായൂരമ്പലത്തിൽ വരുന്ന ഹിന്ദു ഭക്തരെ ഒരിക്കലും ശല്യം ചെയ്യരുത്. അവര് വന്ന് സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു പോയിക്കോട്ടെ. ഇത്തരം ആളുകളെ അമ്പലനടയിലേക്ക് ഇറക്കി വിട്ടിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ്. അത്രയും വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. ചികിത്സിക്കണം ചേട്ടാ. മൊട്ടച്ചേട്ടനോടാണ് പറയുന്നത്. വീഡിയോ ഓണാക്കി വെച്ച് മുറിക്കുന്നു, കരയുന്നു, അതൊലിപ്പിക്കുന്നത് കാണിക്കുന്നു, വീഡിയോ എടുക്കുന്നു, വീഡിയോ ഓഫ് ചെയ്യുന്നു, ന്യൂസ് 18 ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നു, പിറ്റേ ദിവസം ലല്ലെല്ലാം പാടി ഡാൻസ് ചെയ്ത് പാട്ടിട്ട് വീഡിയോ ചെയ്യുന്നു. അപ്പൊ ഇത് എന്താണ് എന്ന് ചിന്തിക്കേണ്ടത് ആരാണ്?
ന്യൂസ് 18 പോലുള്ള ആൾക്കാർ ഇത്തരത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ന്യൂസ് 18 നേരെ പ്രതികരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ സംശയവുമില്ല. ആരും ആരുടെയും പാണ്ട് വെളുപ്പിക്കാനും പെയിന്റ് അടിക്കാനുമായിട്ട് ഇറങ്ങിത്തിരിക്കണ്ട. ഇതൊരു രോഗലക്ഷണമാണ്. കൗൺസിലിംഗ് കൊടുക്കുക, ചികിത്സിക്കുക, അതാണ് ഇതിന് വേണ്ടത്. അല്ലാതെ ഹിന്ദുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ദയവ് ചെയ്ത് ഇറക്കി വിടരുത്. ഇനി ഓണത്തിനും വിഷുവിനും ശ്രീകൃഷ്ണ ജയന്തിക്കൊന്നും ആ നടയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കരുത്. ന്യൂസ് 18 പറയുന്നത്.